സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. 2 കൊരിന്ത്യർ 9:14 വാക്യം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നതിലൂടെ 1 പത്രോസ് 4:10 സേവനത്തിൻ്റെ ഒരു ഹൃദയം വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹ സമൃദ്ധി ദൈവത്തെ അനുഭവ സ്തോത്രം വരുവാൻ കാരണമാകും. 2 കൊരിന്ത്യർ 9:14 വാക്യം. മറ്റുള്ളവരെ സേവിക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അവൻ രോഗികളെ സുഖപ്പെടുത്തുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തപ്പോൾ അനേകർ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും അറിയുകയായിരുന്നു. നമ്മുടെ സമൂഹങ്ങളെ പരിപാലിക്കുന്നതോടെ നമ്മൾ അവൻ്റെ ശിഷ്യത്വ മാതൃക പിന്തുടരുന്നു. നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം ദൈവസ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മെ ഓർപ്പിക്കുന്നു. സേവനം ആത്മസംതൃപ്തിക്കല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തിയും അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ വഴികളും അവൻ്റെ നാമം വിളിക്കപ്പെട്ടവരെ കൂടി ലോകത്തെ കാണിക്കുവാനായിട്ടാണ്. സാമൂഹ്യ സേവനം നിങ്ങൾ പ്രയോജനിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹങ്ങൾ എങ്ങനെ മനഃപൂർവ്വമായി ഉപയോഗിക്കാൻ സാധിക്കും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം എനിക്ക് തരൂ. അത് അങ്ങയോടുള്ള സ്തുതിയും നന്ദിയും ആയിത്തീരട്ടെ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അതിൽ നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.